നമസ്കാരം. സംസ്ഥാന നിയമസഭ പാസാക്കിയ 8 ബില്ലുകൾക്ക് അംഗീകാരം നൽകുന്നില്ല എന്നാരോപിച്ച് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത് വിചിത്രമാണ് എന്ന് പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദ് ബോസ് പറഞ്ഞു. സർക്കാർ നടപടിയെ അദ്ദേഹം നിശിതമായി വിമർശിച്ചു. ആരോപണം അവാസ്തവവും തെറ്റിദ്ധാരണജനകവുമാണ് എന്നും സഭ പാസാക്കിയ 8 ബില്ലുകളിൽ 6 എണ്ണം രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി അയച്ചിരിക്കുകയാണ് എന്നും ശേഷിച്ച 2-ൽ 1 കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. മറ്റൊരു ബില്ലിന്റെ കാര്യത്തിൽ ചില സുപ്രധാന വിശദീകരണങ്ങൾ ആവശ്യപ്പെട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടും സംസ്ഥാന സർക്കാരിന്റെ ഒരു പ്രതിനിധിയും രാജ്ഭവനിൽ വന്നില്ല എന്നും ഗവർണറുടെ ഓഫീസ് അറിയിച്ചു. പശ്ചിമ ബംഗാൾ യൂണിവേഴ്സിറ്റി നിയമങ്ങൾ ബില്ല് 2022, വെസ്റ്റ് ബംഗാൾ യൂണിവേഴ്സിറ്റി ഓഫ് ആനിമൽ ആൻഡ് ഫിഷറി സയൻസ് ബിൽ 2022, പശ്ചിമ ബംഗാൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ലാസ് ബിൽ 2022, പശ്ചിമ ബംഗാൾ കൃഷി വിശ്വവിദ്യാലയ നിയമങ്ങൾ ബിൽ 2022, വെസ്റ്റ് ബംഗാൾ യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് ആൻഡ് സയൻസ് ബിൽ 2022, അലിയാൻ യൂണിവേഴ്സിറ്റി ബിൽ 2022 എന്നിവയാണ് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി നീക്കിവച്ചിരിക്കുന്നത്. പശ്ചിമ ബംഗാൾ യൂണിവേഴ്സിറ്റി നിയമ ഭേദഗതി ബില്ല് 2023 കാര്യത്തിൽ വൈസ് ചാൻസലർമാരെ തിരഞ്ഞെടുക്കുന്നത് സംബന്ധിച്ച ഭാഗം സബ് ജുഡീസ് ആണ്. പശ്ചിമ ബംഗാൾ ടൗൺ ആൻഡ് കൺട്രി ആസൂത്രണവും വികസനവും ഭേദഗതി ബില്ല് 2023 കാര്യത്തിലാണ് ചില സുപ്രധാന കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനു വേണ്ടി പ്രിൻസിപ്പൽ സെക്രട്ടറിയെ രാജ്ഭവനിലേക്ക് അയക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. എന്നാൽ അവർക്ക് മാത്രം അറിയാവുന്ന കാരണങ്ങളാൽ സർക്കാർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നും രാജ്ഭവൻ വൃത്തകൾ പറഞ്ഞു. മേൽപ്പറഞ്ഞ ബില്ലുകൾ ഒന്നും തന്നെ രാജ്ഭവനിൽ കെട്ടിക്കിടക്കുന്നില്ല എന്നത് വ്യക്തമാണ്. ഈ സാഹചര്യത്തിൽ വസ്തുതകൾ പരിശോധിക്കാതെ കോടതിയെ സമീപിക്കുന്നതിനെ കുറിച്ച് സർക്കാർ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണെന്നത് വ്യക്തമല്ല. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 167 പ്രകാരം ഈ വിഷയം സർക്കാർ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്ന നടപടികൾ നിർബന്ധമായും റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് എന്നും രാജ്ഭവൻ വൃത്തങ്ങൾ പറഞ്ഞു.